വയനാട് എക്സൈസ് സംഘം പിടികൂടിയത് അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനിയെ. പിടിയിലായ നൈജീരിയൻ സ്വദേശി മുഹമ്മദ് ജാമിയു അബ്ദുറഹീമിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുകയാണ്. 2 മാസത്തിനിടെ 2 കോടിയിലധികം രൂപയാണ് ഇയാളുടെ അക്കൗണ്ടിൽ എത്തിയിരിക്കുന്നത്. റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, എന്താണ് ഇയാളുടെ റോൾ? എങ്ങനെയാണ് ഇയാളുടെ ഇടപാട്? ഇത്രയും വലിയ പണത്തിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടക്കുന്നുണ്ട്. അത് ഏത് തരത്തിലാണ്? ഇവിടെ നിന്നുള്ള സഹായങ്ങളുണ്ടോ? എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്? സുർജിത്ത്. ഗുഡ് ഈവനിങ് റീജിത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയെ, അതായത് കേരളത്തിലേക്ക് മയക്കുമരുന്ന് ഒഴുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇയാൾ നൈജീരിയൻ സ്വദേശിയാണ്. മുഹമ്മദ് ജാമിയു അബ്ദുറഹീം എന്നാണ് ഇയാളുടെ പേര്. ഇയാളെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി എക്സൈസ് സംഘം അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടയിൽ മാസങ്ങൾക്ക് മുമ്പ് എക്സൈസ് സംഘം ഇയാളെ പിടികൂടുന്നതിൻ്റെ ഭാഗമായി ഡൽഹിയിലേക്ക് എത്തി. ഈ ഘട്ടത്തിൽ ഇയാൾ എത്യോപ്യ വഴി നേരെ നൈജീരിയയിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. അടിക്കടി നൈജീരിയയിലേക്ക് വന്നും പോയി വിരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ ഇയാളെ അന്വേഷിച്ച് വരികയായിരുന്നു. ഇതിനിടയിലാണ് ഈ വയനാട് ഉൾപ്പെടെ ഉള്ള പ്രദേശത്തുകൂടി കടന്നുപോയ ലഹരിയുടെ MDMA അടക്കമുള്ള രാസലഹരിയുടെ കടത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എക്സൈസ് സംഘം നടത്തുന്നത്. ഈ അന്വേഷണത്തിലാണ് ഇങ്ങനെ ഒരു കണിയിലേക്ക് എത്തുന്നത്. നേരത്തെ തന്നെ സമാനമായ രീതിയിൽ തന്നെ 4 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ അറസ്റ്റ് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഈ പേരുള്ള ജാമിയു അബ്ദുറഹീം എന്നു പേരുള്ള ഇയാളുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം നടക്കുന്നത്. കാരണം ഈ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ 2 മാസത്തിനിടെ എത്തിയത് 2 കോടിയോളം രൂപയാണ് എന്നുള്ളത് എക്സൈസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കേരളത്തിൽ നിന്നും ഒരുപാട് പണം ഇയാളുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ആരാണ് പണം അയച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതൊരു പക്ഷേ നീണ്ടുപോകുന്നൊരു നടപടിക്രമമാകും. പക്ഷേ ഇതിൻ്റെ കണ്ണുകളെ കൃത്യമായി വേരെറുക്കാൻ എക്സൈസ് സംഘത്തിന് കഴിയും എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് എക്സൈസ് സംഘം പ്രകടിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇയാളെ കൽപ്പറ്റ കോടതിയിൽ ഹാജരാക്കി അതിനുശേഷം റിമാൻഡ് ചെയ്തു. മാനന്തവാടി ജയിലിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ 2 കോടിയുടെ ഇടപാട് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും ഈ കർണാടക സ്വദേശികളായിട്ടുള്ള ആളുകൾ, മറ്റ് മേഖലയിൽ നിന്ന് ആളുകളൊക്കെ ഇയാൾക്ക് പണം അയച്ചിട്ടുണ്ട്. ഈ പണം അയച്ചത് ലഹരിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള സ്ഥിരീകരണം എക്സൈസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇയാളിപ്പോൾ നിലവിൽ അന്വേഷണവുമായി സഹകരിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ചോദ്യം ചെയ്യലിനോടൊന്നും കാര്യമായി സഹകരിക്കുന്നില്ല. പക്ഷേ ഇയാളെ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ രീതിയിലുള്ള അന്വേഷണം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2 മാസത്തിനിടെ 2 കോടിയിലധികം രൂപ ഇയാളുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ചില്ലറ ഇടപാടല്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ആരൊക്കെയാണ് ഇതിന്റെ കണ്ണികൾ എന്നതിലേക്ക് കൂടി അന്വേഷണം നീളുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.